വിരുദ്ധതയിലൂടെ രൂപപ്പെടുന്ന പുതിയ ഏകതാബോധമായിട്ട് ദേശീയ ഭാവന മാറുന്നു. ഈ പുതിയ സാമ്രാജ്യ വിരുദ്ധ ദേശീയതയിലേക്ക് ഗാന്ധിയുടെ അനുയായികൾ മാത്രമൊന്നുമല്ല, ഗാന്ധിയുടെ കഠിന വിമർശകരായ ആളുകളും ഇക്കാലത്ത് വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ദേശീയത എന്ന് പറയുന്നതിൽ നിർണായകമായൊരു മാറ്റം വന്നു. യൂറോപ്യൻ നാഷണലിസം എക്സ്ക്ലൂസീവ് ആയിരുന്നു എങ്കിൽ, പ്രവർജകമായിരുന്നു എങ്കിൽ, 20കൾക്ക് ശേഷമുള്ള ഇന്ത്യൻ നാഷണലിസം ഇൻക്ലൂസീവായി. നിങ്ങൾക്ക് ദേശീയതയുടെ സ്വാഭാവിക പങ്കാളിത്തം കൈവരാനായിട്ട് ഒരു ആഭ്യന്തര ഘടകവും വേണ്ട, ബ്രിട്ടീഷ് വിരുദ്ധമായ സമരബോധം മാത്രം മതി. ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്നവരെല്ലാം ചേർന്നിട്ട് ഇന്ത്യ എന്ന ഭാവന വന്നു. അതുകൊണ്ടാണ് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും നല്ല രാജ്യം എന്ന് ഇന്ത്യക്കാർ പാടിയിരുന്നത് ഒരു ഭാഷയിലല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് മുഹമ്മദ് ഇക്ബാലിന് ഉത്തരഭാരതം പാടുന്ന സമയത്ത് തമിഴ്നാട്ടിൽ പാടിയത് പാരിക്കുള്ള എന്നല്ല നാട് ഭാരത നാട് എന്നാണ്. തമിഴ് അല്ല, ഹിന്ദിയായിട്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നാൽ പിന്നെ നിങ്ങളുമില്ല, ദേശീയതയില്ല. അതുകൊണ്ട് വേറിട്ട് നിന്നിട്ടാണ് നമ്മൾ ഒന്നായത്. വേറിട്ട് നിന്നത് ഭാഷ കൊണ്ട്, മതം കൊണ്ട്, സംസ്കാരം കൊണ്ട്, മൂല്യങ്ങൾ കൊണ്ടൊക്കെ വേറെയായി. ഒന്നിച്ചു നിന്നത് എങ്ങനെയാണ്? സമരം ചെയ്തിട്ടാണ്, ബ്രിട്ടനെതിരെ നിന്നിട്ടാണ്. അതുകൊണ്ട് എക്സ്ക്ലൂസീവായ യൂറോപ്യൻ നാഷണലിസത്തിന്റെ ഒരു ആവർത്തനമല്ല, പോസ്റ്റ് കൊളോണിയൽ ചിന്തകന്മാരൊക്കെ പറയുന്നത് പോലെ ഒരു ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് ഒന്നുമല്ല. അവിടെ ഉണ്ടായിരുന്ന ദേശീയതയെ അതേപടി ഇവിടെ ആവർത്തിക്കുന്ന ഏർപ്പാടല്ല ഇന്ത്യൻ ദേശീയത. അവിടെ ഉണ്ടായിരുന്ന ദേശീയതയുടെ അടിസ്ഥാന തത്വത്തിനെതിരെ സാമ്രാജ്യ വിരുദ്ധമായ സമരത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന ഏകതാബോധം എന്നതാണ് ഇന്ത്യൻ ദേശീയതയുടെ നിർണായകമായ കാതലായി തീർന്നത്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ തിലകൻ രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ സ്വരൂപം നൽകി ആഭ്യന്തര തത്വത്തെ മുൻനിർത്തുന്ന ദേശീയതാ സങ്കല്പത്തെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് 1923 ഇന്ത്യയിൽ ഒരു ടെക്സ്റ്റ് ഇറങ്ങുന്നുണ്ട്. ആ ടെക്സ്റ്റാണ്, അതിന്റെ ശതാബ്ദി വർഷമാണിത്. ആ ടെക്സ്റ്റാണ് ഹിന്ദുത്വ ഓർ ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസം, സവർക്കർ. വാസ്തവത്തിൽ യൂറോപ്യൻ നാഷണലിസത്തിന്റെ ഇന്ത്യൻ ഫ്രെയിം ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കുന്ന പുസ്തകം ഈ സവർക്കറുടേതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ആരുടേതാണ്? ഹോളി ലാൻഡ് ആൻഡ് ഫാദർലാൻഡ്. ഇന്ത്യയെ വിശുദ്ധ ഭൂമിയും പിതൃഭൂമിയുമായി കാണുന്നത് ആരോ അവരുടേതാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് മതങ്ങളാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ രണ്ട് മതങ്ങളുണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ രണ്ട് രാഷ്ട്രങ്ങളാണ്. നോക്കൂ, നാം മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്. മുഹമ്മദ് അലി ജിന്നയ്ക്ക് 1.5 പതിറ്റാണ്ട് മുമ്പേ ദ്വിരാഷ്ട്രവാദം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സവർക്കറാണ്. ഇന്ന് നമ്മൾ ജിന്നയുടെ അക്കൗണ്ടിലായി എഴുതുക. മുസ്ലിം ലീഗ് ഉയർത്തുന്നതിനും എത്രയോ കാലം മുമ്പ് ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന രണ്ട് രാഷ്ട്രങ്ങളാണെന്നും ഇവർക്കിടയിൽ യോജിപ്പ് സാധ്യമല്ല എന്നും വാദിച്ചത് സവർക്കറാണ്. ഈ സവർക്കറാണ് നാഷണലിസത്തിന്റെ ഫ്രെയിംവർക്കിലേക്ക് മതത്തെ ഏറ്റവും ആഴത്തിൽ ചേർക്കുകയും മതരാഷ്ട്രം എന്ന യുക്തിയെ ഉറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. സവർക്കർ ഈ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന സമയത്താണ് ഗാന്ധി രംഗത്തെത്തുന്നത്. വാസ്തവത്തിൽ ഗാന്ധിയുടെ ശത്രുപക്ഷം ഏതെന്ന് ചോദിച്ചാൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല, മറിച്ച് ഗാന്ധിയുടെ വിപരീതത്തിന്റെ പേരാണ് സവർക്കർ എന്ന്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലും അങ്ങനെ തന്നെയാണ്. കാരണം സെൻട്രൽ ഹാളിൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ നേരെ മറുപുറത്താണ് സവർക്കറിന്റെ ചിത്രം. വാജ്പേയിയുടെ കാലത്ത് അനാച്ഛാദനം ചെയ്ത അന്നൊരു പത്രലേഖനം എഴുതിയത്, ഗാന്ധിക്ക് പുറംതിരിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാനാവില്ല. കാരണം ഗാന്ധി മുമ്പോട്ട് വെച്ച ദേശീയതാ ഭാവനയുടെ കേന്ദ്രത്തിൽ ഇൻക്ലൂസിവിറ്റി, ആന്റി ഇംപീരിയലിസം എന്നതാണ് ഉള്ളതെങ്കിൽ സവർക്കറുടെ ദേശീയതാ സങ്കല്പത്തിൽ എക്സ്ക്ലൂസീവ്നെസ്, പുറന്തള്ളൽ, ഒപ്പം സാമ്രാജ്യത്വ സേവ. അതിന്റെ കഥ ഞാൻ പറയണ്ടല്ലോ. 1911 ജൂൺ മാസത്തിലോ മറ്റാണ് മൂപ്പർ ആൻഡമാനിൽ എത്തുന്നത്. ഡിസംബറിൽ തന്നെ മാപ്പ് എഴുതി, 6 മാസം. പിന്നെ എഴുതിയ മാപ്പുകളുടെ കഥ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 7 or 8 തവണ മാപ്പ് എഴുതി. 1948 ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം സവർക്കർ കേസിൽ പ്രതിയായേക്കും എന്ന് തോന്നിയ സമയത്ത് 1948 മാർച്ചിൽ ഇന്ത്യ ഗവൺമെന്റിന് മാപ്പ് എഴുതി കൊടുത്തു. എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ, ഇതൊന്നും ആർക്കും ഓർമ്മയില്ല, എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള സമുദായ പരിപാടികളിൽ നിന്നും ഞാൻ പൂർണ്ണമായി ജീവിതാന്ത്യം വരെ വിട്ടു നിൽക്കാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി കൊടുത്ത പോലെ തന്നെ പട്ടേലിന് എഴുതി കൊടുത്തു. ഈ മൂപ്പരാണ് വീര സവർക്കർ. അത് വേറെ കഥ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതാണ് നാഷണലിസത്തിൽ ഗാന്ധി കൊണ്ടുവന്ന ഒന്നാമത്തെ കാര്യം. 2-3 കാര്യങ്ങൾ കൂടി പറയണം.
രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ നാഷണലിസം എന്നത് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ അവ സ്വാഭാവികമായ ശക്തികളായിട്ടാണ് ഉയർന്നു വന്നതെങ്കിൽ യൂറോപ്പില് അവ സഖ്യശക്തികളെ പോലെ നിലനിന്നു എങ്കിലും യൂറോപ്പിന് പുറത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും എല്ലാം കോളനി രാജ്യങ്ങൾക്ക് വേണ്ടി അവ വലിയ യുദ്ധം നടത്തി. ലളിതമായിട്ട് പറഞ്ഞാൽ യൂറോപ്പിൽ വെസ്റ്റ്ഫാലിയൻ ഉടമ്പടിക്ക് ശേഷം യൂറോപ്പിൽ തമ്മിൽ സഹകരിച്ച ദേശരാഷ്ട്രങ്ങൾ തന്നെ യൂറോപ്പിന് പുറത്ത് കോളനികൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും വലിയ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. ലളിതമായി പറഞ്ഞാൽ യൂറോപ്യൻ നാഷണലിസം അടിസ്ഥാനപരമായി